പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ സക്സസ്ഫുൾ ആയ വേട്ട കഴിയുന്ന സമയമുണ്ടല്ലോ, അത് ശരിക്കും ഒരു ലോട്ടറി അടിച്ച ഫീലിംഗ് ആയിരിക്കും. പക്ഷെ കിട്ടിയതപ്പോൾ തന്നെ അകത്താക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസും വളരുന്നു. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് കാടിന്റെ ഇതുവരെ എത്തിപ്പെടാത്ത ഭാഗങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ ഞാനൊരു മെസ് ബോയ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ ധൈര്യം കൂടുന്നു, നിങ്ങളുടെ കഴിവുകളും കൂടുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഭക്ഷണമാകുന്ന ആ സാധ്യതയും കുറയുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അത്ര എളുപ്പമല്ല. കാരണം നിങ്ങളുടെ കൂടെ ജനിച്ചു വീണ നിങ്ങളുടെ ആ സഹോദരങ്ങളെ ഓർമ്മയില്ലേ? അവരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് ഒന്നെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നീ എന്നും പറഞ്ഞ് അവർ നിങ്ങളോട് മുട്ടാൻ വരുന്നു. അതെന്താണ് അങ്ങനെയെന്ന് ചോദിക്കരുത്. കൊമോഡോ ഡ്രാഗൺ യൂണിവേഴ്സിൽ അങ്ങനെയാണ്. അങ്ങനെ ഏറ്റുമുട്ടലിൽ നിങ്ങൾ ജയിച്ചാൽ സമ്മാനമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കിട്ടും. അങ്ങനെ സമയം പോകെ പോകെ നിങ്ങളൊരു ടീനേജർ കൊമോഡോ ഡ്രാഗണിൽ നിന്ന് ഒരു മുതിർന്ന കൊമോഡോ ഡ്രാഗൺ ആകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നു, ഈ ലോകം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലുതുമാണ്, ഒരേ സമയം ചെറുതുമാണ് എന്ന്.